ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ഇന്നൊരാളും കൂടി ഉണ്ട് എന്റെ കൂടെ. കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. ഇത് എന്റെ മോള് ശീതൽ. ഹായ് പറ. ഹായ്. സോ ഇന്നലെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് വലിയ വലിയ കണ്ടന്റ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ, തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, പരിപാടികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഇന്നലെ ഇത് റെഡിയാക്കാം. ഇത് കാര്യം പറയട്ടെ, എനിക്ക് ഒരുങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളെ പോലെ തന്നെ ഒരു അനുമോൾ ഫാനാണ് ഇല്ലേ? അനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ഇഷ്ടമാണ് അല്ലേ? കാരണം അനു എന്തെങ്കിലും ചെയ്യുമ്പോ എന്നോട് ചോദിക്കും, പിന്നെ അനുമോള് ചെയ്തതിൽ തെറ്റുണ്ടോ, അനുമോളുടെ ഭാഗത്താണോ ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് അനുമോള് ബിഗ് ബോസില് കരഞ്ഞപ്പോ സങ്കടായോ? ഇത് ഇങ്ങനെ ക്വസ്റ്റ്യനർ പോലെ സംസാരിക്കേ. കരഞ്ഞപ്പോ സങ്കടായി ആണോ? അപ്പൊ ഈ അനുമോള് നമ്മുടെ അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന വിചാരിച്ചോ? ചെറുതായിട്ട് വിചാരിച്ചു. ഇതിപ്പോ നൂറേം പറയണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നത്. നിനക്ക് എപ്പോഴാ സംശയം തോന്നിയത്? ഇല്ല, ചെറുതായിട്ടൊരു സ്വഭാവമാറ്റം കണ്ടപ്പോ എനിക്ക് തോന്നി പ്രപ്പോസ് ചെയ്യായിരിക്കും അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ടോപ്പിക്. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ ബോഡി ലാംഗ്വേജ്, അനുമോൾക്ക് അത് ഓക്കെ ആയിരുന്നു, അനുമോൾ അത് ഇൻഡയറക്ട്ലി ഓക്കെ പറഞ്ഞോന്നൊക്കെ. എനിക്ക് അങ്ങനെ തോന്നിയില്ല കുഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ടല്ലോ, ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒന്ന് പ്രപ്പോസ് ചെയ്യുമ്പോ ഭയങ്കര ചൂടായിട്ട്, ഓ നിന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, ഇനി മേലെ നീ എന്നോട് സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് പല വൺ സൈഡ് ലവേഴ്സും പോയി പ്രപ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ബന്ധം കട്ടായിട്ട് തന്നെ പോകും. അപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും ചിലവരൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ പറയും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്കിട്ടിട്ട് പോകും. ഞാൻ പറയാം എന്റെ ആവശ്യമില്ല, നീ സ്ട്രെയിറ്റ് ആയിട്ട് പോയി പറഞ്ഞോന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ അനുമോളോട് അത് അനീഷ് പറഞ്ഞു. അനീഷിന്റെ ആ ഒരു പ്രപ്പോസൽ അനുമോൾക്ക് തീരെ താല്പര്യമില്ല. അനുമോൾ അത് ന്യൂട്രൽ ആയിട്ട് ഓക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ സമ്മതിക്കാണ്ട് എന്നാണ് നല്ലത്. കാരണം അനീഷിന്റെ സ്വഭാവത്തിന് അനു മാച്ചായി പോവില്ല. ഇത് പോസിറ്റീവായിട്ട് എല്ലാവരും എടുക്കുക. കാരണം എന്നെ മറ്റേ ഹെയറി കയറ്റരുത്. കാരണം അനീഷ് കുറച്ച് മെച്ചുവേർഡ്, കുറച്ചൊരു എന്താ പറയാ, ഒരു അരഗന്റ്, ഭയങ്കര ഒരു സ്റ്റിക്ക് ഓൺ ക്യാരക്ടർ ആണ് അല്ലെ? അതല്ല, സ്റ്റാർട്ടിങ്ങിലത്തെ സ്വഭാവമല്ലേ. സ്റ്റാർട്ടിങ് നമ്മൾ ബിഗ് ബോസിൽ ഫസ്റ്റ് തൊട്ട് കാണുന്നതാണ്. അപ്പൊ അതായത് ഈ സീസണത്തെ എപ്പിസോഡ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മിണ്ടാണ്ടിരിക്കുക, മറ്റേ റിയാസിന്റെ സ്റ്റേവ്. അപ്പൊ ഇത് ഈ ഒരു ക്യാരക്ടർ ചിലപ്പോ അനുമോൾക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഒരു ലിസണറാണ് അവൾക്ക്. അങ്ങനെ ഞാൻ പറയുന്നതിനോട് ക്ഷമിക്കണം. അങ്ങനത്തെ ഒരു ലിസണറാണ് ചേച്ചിക്ക് വേണ്ടത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അനീഷ് അങ്ങനെ ഒരു ആളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. അപ്പോ പിന്നെ എനിക്ക് തോന്നുന്നത് അത് ഇൻഡയറക്ട്ലി അങ്ങനെ കാണിച്ചതൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളത് വന്നു പറഞ്ഞു, അതിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അനുമോള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാലേട്ടൻ ചോദിച്ചു കഴിയുമ്പോൾ ഒരാൾ നമ്മളോട് ഇഷ്ടമെന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു നമ്മളൊരാൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. 3 കൊല്ലം കൂടിയിട്ടൊക്കെയാണ് ഒരാൾ പറയുന്നതെന്ന് പറഞ്ഞു. അത് ആ കുട്ടി മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളോട് ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്തു, നമുക്കത് ഇഷ്ടമല്ല, ഓക്കെ നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പിലൂടെ തന്നെ പോവാം എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ പലരും അതിനെ വളച്ചൊടിച്ച് എന്താ പറയാ, ഇൻഡയറക്ട്ലി ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവം കാണിച്ചു. ഇൻഡയറക്ട്ലി അവൾ ഓക്കെ ആണ്, അവളത് അങ്ങനത്തെ രീതിയിൽ ആയതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെന്നൊക്കെ ഇന്നലെ അക്ബർ. അതെ. അപ്പൊ ഇന്നലെ കുറച്ച് കളിയാക്കലും കുറച്ച് കാര്യങ്ങൾ, കളിയാക്കലൊന്നും കുഴപ്പമില്ല, അത്ര വിഷയമില്ല. പിന്നെ അനീഷ് കുറച്ചേരം മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഓക്കെ ആയിട്ട് പാച്ചപ്പ് ചെയ്ത് പോയി. അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതോട് പറയാനുള്ളത്, നമ്മളെ ഒരാൾ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? അനുമോൾ അനീഷിന്റെ അടുത്ത് ചൂടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, കരയണം. അപ്പൊ നിങ്ങൾ പറയും അല്ലാണ്ട് ഞാൻ പറയാം, ഇവിടുത്തെ പുറത്തിറങ്ങട്ടെ പറയാന്ന് പറഞ്ഞിട്ട് ഒരു ഹോപ്പ് കൊടുക്കുന്നത് നല്ലതല്ല. അതെ, പറ്റിയില്ലെങ്കിൽ പറ്റില്ല എന്ന് അപ്പൊ തന്നെ പറയാ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ അങ്ങോട്ട് പോയി. ഇതിപ്പോ ആരോട് എപ്പോ വേണമെങ്കിലും പ്രണയം തോന്നാം. ഒരു പ്രണയം ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് അയാളായിട്ട് ഉടക്കി പിരിയണമെന്നൊന്നുമില്ലല്ലോ. അത് അനുമോൾ മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ വൺ സൈഡ് ഗ്രീൻ സിഗ്നൽ വീണു. ഇനി അനുമോളുടെ ഭാഗത്താണ് ഗ്രീൻ സിഗ്നൽ വീഴാനുള്ളത്. അത് അല്ല എന്നുള്ളത് എന്തായാലും ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ പുറത്തിറങ്ങിയാലും പലരും പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പുറത്തിറങ്ങിയാലും അനുമോളുടെ ലൈഫിൽ അനുമോളിന് എക്സാക്ട് പ്ലാനിങ് ഉണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നെ സംബന്ധിച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു വട്ടം എന്താ പറയാ, ചൂടുപാല് കുടിച്ച പൂച്ച പിന്നീട് കുടിക്കില്ല. അതെ. അതായത് പിന്നീട് ആ പാല് കുടിക്കൂല. അപ്പൊ ഒരു വട്ടം ഒരു
എന്താ പറയുക ഒരു തേപ്പ് കിട്ടിയതുകൊണ്ട് ഇനി ആ ഭാഗത്തോട്ട് പോകില്ല. അതെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആള് മെച്ചുവേർഡ് ആയിട്ട് ഇനി മനസ്സിലാക്കി വരും. കറക്റ്റ് പ്ലാനിങ് ഉണ്ട്, 2 years വീട് വെക്കണം, ലോൺസ് കാര്യങ്ങളുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കല്യാണം നടത്തണം, അങ്ങനെയുള്ള കറക്റ്റ് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒരാളിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ ഡ്രീംസും കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മേ ബി ഹേറ്റേഴ്സ് ആയിരിക്കും, എന്തും ആയിക്കോട്ടെ, അതൊരു നാടകമോ സംഭവം എന്നല്ല, ഇൻഡയറക്ട്ലി അങ്ങനെ എന്തായാലും എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഫിനാലെ വന്നോണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിന് കേട്ടോ. അതന്നെ, സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തില്. അപ്പം ആദ്യമായിട്ടാണ് റിവ്യൂ പറയാനായിട്ട് എന്റെ സന്താനം എന്റെ കൂടെ കൂടുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പറഞ്ഞിട്ടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പ്രേക്ഷകർ ചിലപ്പോ പറഞ്ഞു ഇപ്പോൾ ആരാന്നുള്ള യുനോ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും. ഇതെല്ലാ പ്രാവശ്യം പറയാമല്ലോ, പക്ഷെ ഞാൻ മടിച്ചാണ്, ഇവിടെ ആന മടിച്ചാണ്. അപ്പൊ അനുമോൾ ഫാൻ ആയതുകൊണ്ടും എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. ഫാനിന്റെ കൂടെയുള്ള ഒരു റിവ്യൂ, ദാറ്റ്സ് ഓൾ. അതെ, ഒരു ഫാൻ, അതന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഫാനായ അനുമോൾക്ക് ഈ പ്രായത്തിലല്ല, അത് ചെറിയ പിള്ളേരോട്ട് വീട്ടമ്മമാരുണ്ട്, അതേപോലെ പൊന്നുവിന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ട്. കാരണം അനുമോളുടെ ഒരു ചിരിയും അല്ലെങ്കിൽ ആ ഒരു യുനോ ഒരു ചില ചൈൽഡിഷ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇവൾക്ക് പിന്നെ നേരത്തെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ചില സമയത്തൊക്കെ അനുമോൾ എന്തേ കാണിക്കാന്ന് നോക്കുമ്പോ ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് വരും. അനുമോൾ ചെയ്തത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെ ഇതാക്കി വരും. അപ്പൊ ഇവളെപ്പോഴും ഇങ്ങനെ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ നെഗറ്റീവ് നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയൂ കേട്ടോ. അപ്പൊ എന്നോട് ഞാൻ പറയാറുണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയണമെന്ന്. ആര്യനെയും ഫാനായിരുന്നു ഞാൻ, രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു ഈച്ച്. അതെ, ഇപ്പൊ ആരും മാറിയിട്ട് കുറച്ചായി. പക്ഷെ അനുമോളുടെ ഒരു നമുക്ക് തുടക്കം തൊട്ടേ പല ആൾക്കാരുടെ ഫാൻ ബേസ് തുടങ്ങുള്ളൂ. പക്ഷെ തുടക്കം തൊട്ടേ എന്റെ വരെ ഒരാൾ ആരാ നിൽക്കുന്നവരാണ് ശരിക്കുള്ള ഫാൻ. അപ്പൊ അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അനുമോളെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് നോക്കാം, ഹോപ്പ് വിൽ മീറ്റ്. അതെ അതെ അതെ, ചായ ടാക്സിൽ പൈപ്പുകൾ കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. അപ്പൊ ചെറിയൊരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. വീഡിയോസ് ലൈക്ക് ചെയ്യുക. പോഡ്കാസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വിളിച്ചോളൂ, കാരണം ആള് പാവായതുകൊണ്ട് എന്തായാലും വരാണ്ടിരിക്കില്ല എന്നുള്ളത് ഞാനൊരു ഇത് ഞാൻ പറഞ്ഞു. ഇനി അത് ഉൾട്ടാവോന്ന് അറിയില്ല, തിരക്കായിട്ട് ഇനി വരാൻ പറ്റുമോ. അപ്പൊ നോക്കാം. എന്തായാലും ഞങ്ങളുടെ പോഡ്കാസ്റ്റിലായിട്ട് അതിനൊരു ഇൻവിറ്റേഷൻ പോകുന്നുണ്ട്. തിരക്ക് കഴിഞ്ഞിട്ട് സ്ലോലി നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ കമന്റ്. അപ്പം ഈ അനുമോൾ ഫാൻസ് ത്രൂ എന്നെയും ഒരുപാട് വീട്ടമ്മമാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വീട്ടമ്മമാരോട് ഞാൻ എന്റെ സന്താനത്തിനെയും കൂടി എന്താ പറയാ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നത്. താങ്ക് യു സോ മച്ച്.